സ്കിൽവേഴ്സിൽ നമ്മൾ ഇന്ന് മെഡിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. +2 സയൻസ് കഴിഞ്ഞ് നീറ്റ് എക്സാം എഴുതി MBBS പൂർത്തിയാക്കുന്നത് സ്വപ്നം കാണുന്ന, ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കാണുന്ന, ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എൻട്രൻസ് എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നൊരു സമയമാണ്. നീറ്റ് UG എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് രംഗത്തെ നിലവിലെ അവസ്ഥകളെക്കുറിച്ച്, അതുപോലെ MBBS പഠനകാലത്തെ അവസ്ഥകളെക്കുറിച്ച് ഒരു ഡോക്ടർ തന്നെ നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ്. നമ്മോടൊപ്പം ഡോക്ടർ തൻവീർ സാറാണ്, മെഡിക്കൽ കോളേജിലെ. സ്വാഗതം സ്കിൽവേഴ്സിലേക്ക്. സർ, നമ്മളിന്ന് നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നീറ്റ് PGയുടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എക്സാം വരാൻ പോകുന്നതേ ഉള്ളൂ. +2 കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റ് എൻട്രൻസ് മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് കൂടിയാണല്ലോ. നമുക്ക് +2 കഴിഞ്ഞ് ഏത് വിദ്യാർത്ഥികളാണ് ഒരു ഡോക്ടറാകാൻ യോഗ്യത, ഡോക്ടറാവേണ്ടത് എന്നത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ആരാണ് ഈ മേഖലയിലേക്ക് വരേണ്ടത്? ബേസിക്കലി നമ്മളിപ്പോൾ ഏതൊരു പ്രൊഫഷൻ എടുക്കുന്ന സമയത്തും ഫസ്റ്റ് നമുക്കുണ്ടാവേണ്ട ഒരു ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്രൊഫഷൻ തന്നെയാണോ ഇത് എന്നുള്ളതാണ്. ആ പ്രൊഫഷനെ കുറിച്ച് മുഴുവനായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എന്താണ് ആ പ്രൊഫഷൻ, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്, എത്ര കൊല്ലം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര വർഷം അത് പഠിക്കേണ്ടതുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നമ്മളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, നമുക്ക് നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് വേണ്ടത്, ഇതെല്ലാം വെച്ചിട്ടൊരു ബാലൻസിങ് വേണം നമ്മളുടെ ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ +2 10ാം ക്ലാസ് മുതൽ തുടങ്ങുന്നു. 10ാം ക്ലാസ്സിൽ നമ്മൾ ഫുൾ A+ കിട്ടുന്നതോടുകൂടി നമ്മൾ എന്തായാലും സയൻസ് എടുക്കണം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ആദ്യം പോകുന്നത്. സയൻസ് എടുക്കുന്നതോടുകൂടി അതിൻ്റെ കൂടെ തന്നെ +1 +2ൻ്റെ സമയത്ത് തന്നെ എൻട്രൻസ് കോച്ചിങ് വേണമെന്നും, എൻട്രൻസ് കോച്ചിങ്ങിൽ ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ എന്നുള്ള ഈ രണ്ടൊരു സ്ട്രീമിലേക്ക് പോവുക എന്നുള്ള ഒരു നോർമലായിട്ടുള്ളൊരു ആ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അത് സയൻസ് ചൂസ് ചെയ്ത എല്ലാവരും എൻട്രൻസ് എഴുതണമെന്നും എല്ലാവർക്കും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കിട്ടണമെന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഡോക്ടറാവാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷേ എല്ലാവരും ഡോക്ടറാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരുമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കൂടെ MBBSന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച പലർക്കും MBBS എന്ന സബ്ജക്റ്റിനോട് തന്നെ തീരെ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. നല്ലവണ്ണം പഠിക്കാൻ കഴിവുള്ളതുകൊണ്ട്, MCക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തിപ്പെട്ട ആളുകൾ, അവരുടെ പാരൻസ് അവരെ നിർബന്ധിച്ചതുകൊണ്ട് അവിടെ എത്തിയത്. അവരൊക്കെ MBBS പഠിക്കുന്നത് ഇതിന് വെറുത്തുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും MBBS പഠിക്കാൻ വരാൻ പാടില്ല. വേറെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ മാത്തമാറ്റിക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. മാത്സിൽ കുറേ ക്വിസുകളിൽ പോവുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളൊരു കൂട്ടുകാരൻ. അവൻ എൻട്രൻസിൻ്റെ സമയത്ത് പെട്ടെന്ന് വീട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം താല്പര്യം ഡോക്ടറാവുക എന്നുള്ളതായതുകൊണ്ടും, അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്നുള്ളത് കൊണ്ട് ഡോക്ടറാവാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയും അങ്ങനെ MBBS എൻട്രൻസിന് വേണ്ടിയിട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ബയോളജി പഠിച്ച് മടുക്കുന്ന സമയത്ത് എൻട്രൻസിൻ്റെ സമയത്ത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. മാത്രമല്ല, നമ്മുടെ കൂടെ തന്നെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ആളുകൾ ട്രിഗ്നോമെട്രിയിലും ബാക്കി കോംപ്ലക്സ് മാത്തമാറ്റിക്സ്, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡൗട്ട് വരുമ്പോൾ ഇവനോടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ബേസിക്കലി അവൻ്റെ സ്കില്ലെന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലാണെങ്കിൽ പോലും ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണം നമ്മളുടെ കരിയർ എന്തായിരിക്കണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്തുകയും അങ്ങനെ ഒരു ഡോക്ടർ ആവുകയും ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റം വരണം. ആര് MBBS എടുക്കണം, ആർക്കൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ, പഠിക്കാൻ കഴിവുള്ള, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരാൾക്കും ഡോക്ടറാവാം. നിനക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ, നിനക്ക് ആവാൻ പറ്റില്ല എന്ന് ഒരിക്കലും ഒരാളോടും പറയില്ല. നന്നായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഇൻട്രസ്റ്റോടു കൂടി പഠിക്കുന്ന ആർക്കും വേണമെങ്കിൽ ക്രാക്ക് ചെയ്യാം. പക്ഷെ അതിനോടൊരു താല്പര്യം കൂടി വേണമെന്നാണ് ഈ ഒരു ചോദ്യത്തിന് പറയാനുള്ളത്. റൈറ്റ്. ഇപ്പോൾ കണ്ടുവരുന്നൊരു ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, SSLC കഴിഞ്ഞ് +1 +2 സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ എൻട്രൻസ് ഓറിയൻറ്റഡ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള ട്യൂഷനും കൂടി കുട്ടികൾ ചേർന്ന് പഠിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് നീറ്റ് എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് ക്രാക്ക് ആവാനുള്ള പോസിബിലിറ്റി കുറവാണോ? അതുകൊണ്ടാണോ എല്ലാവരും ഈ +1 +2നോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൂടി വേണമെന്നുള്ള നിർബന്ധം പിടിക്കുന്നത്? അതല്ല ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന
ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ബിസിനസ്സുകളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണത്? മാർക്കറ്റിംഗ് തന്ത്രം എന്ന് മാത്രമായിട്ട് അതിന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവർ എത്ര പഠിച്ചു എന്നുള്ളതും കൂടി ഇതിൽ ഒരു ഘടകമായിട്ട് വരും. അപ്പോൾ നമ്മളുടെ കണ്ടംപററീസ് ആയിട്ടുള്ള ആളുകളെല്ലാം ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു MBBS എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മളുടെ +1 +2 സാധാരണ രീതിയിലുള്ള സ്കൂൾ അല്ലെങ്കിൽ ഒരു ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പഠനം ഒരിക്കലും നമ്മളെ ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നതിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് വേണ്ടത് ഒരു സ്പെസിഫിക് സ്കില്ലാണ്. ഒരു MCQ, 1 മിനിറ്റിൽ ഒരു ചോദ്യം ചെയ്തു തീർക്കാനുള്ളൊരു കഴിവ്, അതിനുള്ള സ്പീഡ്, അക്യുറസി, അത് വ്യത്യസ്തമാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഫുൾ A+ കിട്ടി 99% ബോർഡ് എക്സാമിൽ കിട്ടിയ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 1, 2, 3 തവണകൾ റിപ്പീറ്റ് ചെയ്തിട്ടും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. നേരെ മറിച്ച് എൻട്രൻസ് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അന്നൊന്നും കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, പക്ഷേ ഒരു 86% മാത്രമേ മാർക്കൊക്കെ കിട്ടിയുള്ളൂ. പക്ഷേ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നൊരു സമയത്ത് നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിച്ചു, ആ MCQ സോൾവിങ് സ്കില്ല് മനസ്സിലാക്കി അത് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നല്ല റാങ്കോട് കൂടി ജയിച്ചു വരുന്നതും കാണാൻ പറ്റും. അപ്പോൾ +1 +2 കൂടെ തന്നെ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് എന്നാണ് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാം പോകുന്ന ഒരു കാലത്ത് ആ കോമ്പറ്റീഷനിൽ നമ്മൾ ആ ഫീൽഡിൽ ഉണ്ടാവണമെങ്കിൽ, ആ റേസിൽ നമ്മൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കോച്ചിങ്ങിന് തന്നെ പോകണം. എന്നാൽ മാത്രമേ നമ്മൾ ആ റേസിലുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്കൊരു യാഥാർത്ഥ്യമായിട്ട് പറയാനുള്ളത്. ആ സമയത്ത് പക്ഷേ നമ്മുടെ സാധാരണ ഒരു സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള സിലബസ്, അതിന് പുറമെ മറ്റ് ഇത്രയും എൻട്രൻസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചുകൂടി ആഡ് ഓൺ വരികയാണല്ലോ, അതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടോ? അത്രയും പ്രഷർ ഉണ്ടോ കുട്ടികൾ? ബേർഡൻ എന്തായാലും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളുമായി ബന്ധപ്പെട്ട വർക്ക്സും കാര്യങ്ങളും ഒരു സൈഡിൽ നടക്കണം, അതിൻ്റെ കൂടെ എൻട്രൻസിൻ്റെ ബാക്കിയുള്ളതും കൂടുതലായിട്ട് നടക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലൊരു ചുറ്റുപാടിൽ പൊതുവെ അതിന് സ്പെസിഫിക് ആയിട്ട്, അതായത് ഒരേ കോളേജിൽ തന്നെ അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ തന്നെ എൻട്രൻസ് കോച്ചിങ്ങും അതിൻ്റെ കൂടെ തന്നെ സ്കൂളിങ്ങും കൂടെ ഉള്ള ആളുകളാണ് കൂടുതലും +1 +2 കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ ക്രാക്ക് ചെയ്യുന്നത്. അല്ലാതെ സ്കൂൾ ഒരു സ്ഥലത്തും എൻട്രൻസ് കോച്ചിങ് വേറൊരു സ്ഥലത്തും ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയും ചെയ്യുന്ന 2 സ്ഥലത്ത് നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് പൊതുവേ +2 കഴിഞ്ഞ് ഉടൻ ക്രാക്ക് ചെയ്യുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ക്രാക്ക് ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ചാൽ അവർ മിക്കവാറും എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിരിക്കും, കൂടുതൽ എഫേർട്ട് ഇടുന്നതും ഉണ്ടാവും. കാരണം സ്കൂളിങ് കഴിഞ്ഞ് അതിൽ ചെയ്യാനുള്ള വർക്ക്സും കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിന് അവർ എക്സ്ട്രാ എഫേർട്ടും എക്സ്ട്രാ ടൈമും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നേരെ മറിച്ച് രണ്ടും ഒരു സെൻറ്ററിൽ നിന്ന് ആവുന്ന സമയത്ത് എല്ലാം ഒരൊറ്റ ഫ്ലോ തന്നെ പോകുമ്പോൾ അവർക്കത് ക്ലിയർ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ +1 +2 പഠിക്കുകയും അതിൻ്റെ കൂടെ വേറൊരു സ്ഥലത്ത് എൻട്രൻസും കൂടി പഠിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ ദാറ്റ്. ആ ഒരു കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയായിരിക്കും. മെൻ്റലി ഭയങ്കരമായിട്ട് ഒരു ടയറിങ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് വേണ്ട എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ്. ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന പേരിലൊക്കെ ഈ എൻട്രൻസ് ട്യൂഷൻ സെൻറ്ററുകളിൽ കാണുന്ന ഒരു പ്രവണത, അതായത് ഒരു വർഷം നീറ്റ് എക്സാം എഴുതുന്നു, അതിൽ പരാജയപ്പെടുന്നു, പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല, വീണ്ടും അടുത്ത വർഷം, ഇങ്ങനെ 3-4 വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രോമ, അവരുടെ ഒരു ബേർഡൻ, പ്രഷർ, ഇതിനെക്കുറിച്ച്? തീർച്ചയായും കുറേ ആളുകൾ അറിയാത്തൊരു സംഭവമാണ് ഇവരുടെ ഒരു മെൻ്റൽ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യം. പ്രത്യേകിച്ചും ഞാനൊരു റിപ്പീറ്ററായിരുന്നു. റിപ്പീറ്റർ എന്ന് വെച്ചാൽ +2 കഴിഞ്ഞ ഉടനെ എനിക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ +1 സമയത്ത് ഞാൻ ഈ കോച്ചിങ്ങിന് പ്രത്യേകിച്ച് പോയിട്ടില്ലായിരുന്നു. +2ൻ്റെ അവസാന സമയത്താണ് കോച്ചിങ്ങിന് ചേർന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് MCQ എങ്ങനെ സോൾവ് ചെയ്യണമെന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ബോധ്യമില്ല. പക്ഷേ റിപ്പീറ്റിന് പോകുന്ന സമയത്ത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ MCQ സോൾവ് ചെയ്യാൻ അറിയാത്തൊരു കുട്ടിയാണ്, എനിക്ക് MCQ സോൾവിങ് സ്കില്ലാണ് ഞാൻ ഈ ഒരു വർഷത്തിൽ എനിക്ക് പഠിച്ചെടുക്കേണ്ടത്. അതെനിക്ക് പഠിച്ചെടുത്താൽ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേരുന്നതും അതിനുവേണ്ടി പഠിക്കുന്നതും. ആ ഒരു വർഷം ഞാൻ എങ്ങനെ MCQ സോൾവ് ചെയ്യാമെന്നുള്ളതും എങ്ങനെ അത് ക്രാക്ക് ചെയ്ത് എക്സാമിൽ റാങ്ക് വാങ്ങാമെന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അതിന് വേണ്ടിയിട്ട് ഒരു വർഷം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു വർഷത്തിനുള്ളിൽ പഠിച്ചു കഴിയണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലല്ലോ. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവൻ ഏതൊരു കാര്യം ഒരൊറ്റ തവണ വായിച്ചാൽ തന്നെ മുഴുവനായിട്ട് അത് തലച്ചോറിൽ വെക്കാനും അത് മുഴുവനായിട്ട് പരീക്ഷാ പേപ്പറിൽ എഴുതാനും കഴിവുള്ള ഒരാളുണ്ട്. അവനൊരു സബ്ജക്റ്റിലെ കുറേ പാഠങ്ങൾ പഠിക്കാൻ 2 മണിക്കൂർ മതി.
പക്ഷേ എനിക്കതൊരു 3 തവണയെങ്കിലും വായിച്ചാലേ എനിക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പം ഞാൻ 6 മണിക്കൂർ പഠിക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസം പലരും തമ്മിലുണ്ടാകാം, എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പറയുന്ന MCQ സോൾവിങ് സ്കില്ലും എല്ലാ പാഠങ്ങളും പഠിച്ചെടുക്കാൻ കഴിയും. അവർ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യും. ചിലർക്കത് 1 കൊല്ലത്തിൽ കഴിഞ്ഞോളന്നില്ല, റിപ്പീറ്റ് ചെയ്യും, 2 വർഷം ചെയ്യും. അതുവരെ വീണ്ടും ആക്സെപ്റ്റബിൾ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 2 തവണ വരെ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ ഒരു നഷ്ടമെന്ന് പറയാനില്ല. പക്ഷെ 3ഉം 4ഉം 5ഉം 7 തവണ റിപ്പീറ്റ് ചെയ്തവർ വരെ എനിക്കറിയുന്ന ആളുകളുണ്ട്. 7 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് 7ാമത്തതിലും കിട്ടാതെ അവസാനം വേറെ ഒരു കോഴ്സ് എടുത്ത് പോയ ആളുകളുണ്ട്. അവരിൽ പലരും പറഞ്ഞത് ആദ്യത്തെ റിപ്പീറ്റിൽ തന്നെ നിർത്തിയിട്ട് മറ്റേ കോഴ്സിന് പോയാൽ മതിയായിരുന്നു. കാരണം അന്നും അവർ ഇപ്പോൾ സെലക്ട് ചെയ്ത കോഴ്സിന് എലിജിബിളായിരുന്നു. അപ്പോൾ ഇത്രയും 6 വർഷം വെറുതെ നഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു ബോധ്യമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ 6 വർഷം കഴിഞ്ഞ് MBBS ക്രാക്ക് ചെയ്ത് അതിൽ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയേ അതിന് പറയാനുള്ളൂ. നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. അത് ബാക്കിയുള്ളവർ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ പഠിക്കുന്ന എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതും നിങ്ങളുടെ എത്ര % നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതും നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. നമ്മളൊരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതി, ആ പരീക്ഷയ്ക്കുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ സോൾവ് ചെയ്യണമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ 1 തവണ മാത്രമേ റിവൈസ് ചെയ്തുള്ളൂ, അതുകൊണ്ട് മറന്നു പോയത് കൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടാഞ്ഞത്. അങ്ങനെ എന്തുകൊണ്ട് ഞാൻ ഈ പരീക്ഷയിൽ ഈ തവണ എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾക്ക് 1 വർഷം കൂടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. നേരെ മറിച്ച് എല്ലാം ചെയ്തു, എൻ്റെ 100% ഞാൻ ചെയ്ത് കഴിഞ്ഞു, എനിക്കിതിനപ്പുറം ഒന്നും ചെയ്യാനില്ല, ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ്, പക്ഷേ എനിക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ബാക്കി പാരൻസിൻ്റെയോ ബാക്കിയുള്ളവരുടെയോ പ്രഷർ കാരണം ഒരിക്കലും വീണ്ടും ഒരു റിപ്പീറ്റിലേക്ക് പോകരുത്. കാരണം ഇങ്ങനെയുള്ള ഒരാൾ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചും അവരുടെ റാങ്കും മാർക്കും പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ മെൻ്റലി അവർ ടയേർഡാണ്. മാത്രമല്ല ഒരു പരീക്ഷ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് പോയി ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ 4ാമത്തെ അറ്റംപ്റ്റാണ്, ഇതിലെനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബാക്കിയുള്ളവരോട് ഞാൻ എന്ത് ആൻസർ ചെയ്യും, എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ, എൻ്റെ നാട്ടിലുള്ള ആളുകൾ. പലരും നമ്മളുടെ ഇങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സൊക്കെ വെള്ളിയാഴ്ചകളിൽ നാട്ടിലെ പള്ളിയിൽ പോകില്ല, വേറെ എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പോകും. അതുപോലെ തന്നെ ബാക്കിയുള്ള നാട്ടിലേക്ക് ഇറങ്ങാനും അങ്ങാടിയിലേക്ക് പോകാനൊക്കെ മടിയുള്ള ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കുടുംബത്തിലെ പ്രോഗ്രാംസിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ളവർ 4 വർഷമായില്ലേ ഇപ്പോഴൊന്നും കിട്ടിയില്ലേ എന്നുള്ള ആ ചോദ്യത്തിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പുറത്തു പോകാനും മിങ്കിൾ ചെയ്യാനും ഉള്ളൊരു ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്യാൻ ഇനിയും എനിക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുന്ന ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അതല്ല എൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആരോടാണോ പറഞ്ഞ് തെളിയിക്കാനുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വേറെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി അതിലേക്ക് ഫീൽഡ് മാറി ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. റൈറ്റ്. പലപ്പോഴും ആളുകൾ ശ്രമിക്കാത്തൊരു ഏരിയയും അതാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന, ഡോക്ടറാണോ എന്ന് സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥി, ഒരു +2 സയൻസ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവരുടെ തീരുമാനങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ട്യൂഷൻ ബിസിനസ്സുകാർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ശരിക്കുണ്ടോ? പരസ്യങ്ങളിലൂടെ അതല്ലെങ്കിൽ അവരുടെ ഒരു സെയിൽസ്മാൻ്റെ സ്കില്ലിലൂടെ ഒക്കെ ഈ കുട്ടികളെ ട്രാപ്പിൽപ്പെടുത്തുന്നൊരവസ്ഥ, അങ്ങനെ പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടും അങ്ങനെയാണ് എന്നും പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പല എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സും ഇപ്പോൾ പറയുന്ന അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും പറയുന്ന ഒരു സാധനം, +2ൽ 75% മാത്രം ഉണ്ടായിരുന്ന ഈ കുട്ടി എൻട്രൻസിൽ 100ാമത്തെ റാങ്കിലേക്ക് എത്തിപ്പെട്ടു, നിങ്ങൾക്കും ഇങ്ങനെ സാധിക്കും എന്നുള്ള ഒരു രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരും. അപ്പോൾ 75% കിട്ടിയ +2 മാർക്ക് കിട്ടിയ എത്രയോ കുട്ടികളുണ്ടാവും. ഇവരെല്ലാമാണ് ഇവരുടെ ടാർഗറ്റ്. ഈ 75% കിട്ടിയ എല്ലാവർക്കും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം എൻട്രൻസിൽ സാധാരണ രീതിയിൽ റാങ്ക് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു 97-98% മുകളിൽ മാർക്കുള്ള വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പിന്നെ 76-75% മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ബട്ട് ദേ ആർ വെരി റെയർ. അത് നമ്മുടെ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം എൻഡിൽ നിൽക്കുന്ന 1-2 ആളുകളാണ്. എന്തുകൊണ്ട് അവർക്ക് കിട്ടി? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെ കിട്ടി, അവർ എങ്ങനെയാണ് +1ഉം +2ഉം പഠിച്ചത്, എന്തുകൊണ്ടാണ് അവർക്ക് +2ൽ 76% മാർക്ക് കുറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് അപ്പോൾ വരേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ അമ്മാവനുണ്ട്. അമ്മാവനെ എയിംസിലാണ് MBBS ചെയ്തത്.
അമ്മാവൻ +2-ൽ 86% മാർക്ക് എങ്ങാനും ഉള്ളൂ. ബയോളജിയിൽ A+ ഇല്ല, മാത്സിൽ മാത്രമേ A+ ഉള്ളൂ, ബാക്കി ഒരു സബ്ജക്റ്റിൽ A+ ഇല്ല. പക്ഷേ ഒരൊറ്റ വർഷം റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി മൂപ്പരാൾക്ക് നല്ലൊരു റാങ്ക് എൻട്രൻസിൽ, ഓൾ ഇന്ത്യ എൻട്രൻസിലും എയിംസ് എൻട്രൻസിലും കിട്ടുകയും എയിംസിൽ MBBS ചെയ്യുകയും ചെയ്തു. ഏതൊരാൾക്കും ആലോചിക്കുന്ന സമയത്ത് വളരെയധികം മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അമ്മാവൻ്റെ ഒരു +1 +2 സമയത്തുള്ള ഒരു പഠനം നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. +1 +2 വൃത്തിക്കല്ല പഠിച്ചത്, ബയോളജി വൃത്തിക്ക് പഠിച്ചിട്ടല്ല, എല്ലാ പാഠവും പഠിച്ചിട്ടല്ല പരീക്ഷ എഴുതിയത്. ചെറിയ രീതിയിൽ ഒരു ഒപ്പിക്കൽ പഠിത്തം പഠിച്ച് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 1-2 ഒക്കെ നോക്കി ജസ്റ്റ് ഒരു സാധാരണ രീതിയിൽ +2-ൽ ഉഴപ്പി നടന്ന ഒരാൾ എങ്ങനെ പാസ്സാവുന്നോ അങ്ങനെ പാസ്സായ ഒരാളാണ്. പക്ഷേ എൻട്രൻസിൻ്റെ സമയത്ത് മുഴുവൻ സമയവും ഏകദേശം ഒരു 16-18 മണിക്കൂറോളം ദിവസവും ഇരുന്ന് പഠിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പം നമ്മൾ ബ്രെയിനുള്ള ആളുകളായിരിക്കാം, നമുക്ക് കഴിവുള്ള ആളുകളായിരിക്കാം. കഴിവുള്ള ആളുകൾ കഴിവ് ഉപയോഗിക്കാതെ കിട്ടിയ ഒരു മാർക്കും കഴിവ് ഉപയോഗിച്ച് കിട്ടിയ മാർക്കും നല്ല വ്യത്യാസം ഉണ്ടാവും. കഴിവ് ഉപയോഗിക്കാതെ 75% കിട്ടുകയും പിന്നീട് കഴിവ് ഉപയോഗിച്ച് റാങ്ക് വരികയും ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് അത്. നേരെ മറിച്ച് നല്ല കഴിവ് ഉപയോഗിച്ച് ഒരു 90% കിട്ടിയ ഒരാൾ ആണെങ്കിൽ പോലും അതേ കഴിവ്, ആ 100% കഴിവ് അവിടെ ഉപയോഗിച്ച ഒരാൾ അത്രയും കഴിവ് ചിലപ്പോൾ എൻട്രൻസിലിട്ടാലും ചിലപ്പോൾ റാങ്ക് കിട്ടില്ല. 75% എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ബ്ലാങ്കറ്റിൽ വരുന്ന എത്രയോ കുട്ടികളെ അവർ കൺവിൻസ് ചെയ്ത് വെക്കണം ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുകയും അതിനുവേണ്ടി വീണ്ടും വീണ്ടും കുറേ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ബേസിക്കലി അവിടെയും നമ്മൾ അവസാനം എത്തിപ്പെടുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്, നമ്മളെക്കുറിച്ച് നമ്മളുടെ ഒരു അസസ്മെൻറ്റ് വേണം. ഞാൻ എത്ര പഠിച്ചിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടോ, എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ട്, എനിക്ക് പഠിക്കാൻ കഴിവുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യാം. ഇനി എൻട്രൻസ് ഒക്കെ പാസ്സായി വന്ന ഒരാളുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം, അതായത് MBBS പഠന കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെ ജീവിതം എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചേരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡോർവേയിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അവിടുത്തെ അതിൻ്റെ നമ്മുടെ പഠനകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരാകത്തുക എങ്ങനെ വിശദീകരിക്കാം? ബേസിക്കലി കോഴ്സിൻ്റെ ഒരു എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇയേഴ്സ് ഉള്ള ഒരു കോഴ്സാണ് MBBS എന്ന് പറയേണ്ടി വരും. 5.5 വർഷമാണ് നമ്മൾ ഏകദേശം പറയാം, 6 വർഷമാകും ഏകദേശം നമ്മൾ MBBS കഴിഞ്ഞ് പാസ്സായി ഇറങ്ങുമ്പോഴേക്കും. അതിൽ 4.5 വർഷത്തോളം കോഴ്സും MBBS കോഴ്സും 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണ് ഉള്ളത്. അത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് 5.5 വർഷം അല്ലെങ്കിൽ 6 വർഷം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ട് തോന്നുകയാണെങ്കിലും നമ്മൾ MBBSന് ചേർന്ന് കോളേജിൽ പഠിക്കുന്നൊരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ, കൂടുതൽ അറിയാത്ത രീതിയിൽ തന്നെ അത് കഴിഞ്ഞു തീരും. വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ആ MBBS ടൈം പീരീഡ് വല്ലാതെ ഫീൽ ചെയ്യില്ല. ആൻഡ് കമ്മിങ് ടു ദി കോഴ്സ് പെർസെ, നമ്മൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എൻട്രൻസിലൊക്കെ നല്ല റാങ്ക് കിട്ടി വരുന്ന ആളുകൾ, ടോപ്പ് റാങ്കേഴ്സും കേരളത്തിലെ 3 റാങ്ക് 5 റാങ്കൊക്കെ ആയിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ കോളേജിൽ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടുന്നു. അനാട്ടമി എന്ന് പറയുന്ന വിഷയത്തിൽ ആദ്യത്തെ പരീക്ഷയിൽ 50-ൽ 2 മാർക്ക് 3 മാർക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് തുടക്കത്തിൽ കാണുന്നത്. കാരണം അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫീൽഡാണ്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടാകും. ഓരോ മെഡിക്കൽ ടേംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരെ അറിയാത്ത ഒരു ഫീൽഡിനെ കുറിച്ച് പഠിക്കുകയാണല്ലോ. പക്ഷേ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ അത് വേഗം പെട്ടെന്ന് ക്ലിയർ ആവുകയും അടുത്ത എക്സാമിൽ തന്നെ എല്ലാവരും ഏകദേശം പാസ്സാവുന്നൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പൊതുവേ ഉണ്ടാകുന്നത്. പിന്നീട് പൊതുവേ കോളേജിൽ വരുന്നതോടുകൂടി, മുമ്പ് നമ്മളെ എൻട്രൻസിൻ്റെ സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സമയം കൂടെ പഠിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉഴപ്പാം എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ബ്രെയിൻ പ്രീസെറ്റായിട്ട് വരുന്ന ആളുകൾ കോളേജിലെത്തുന്നതോടുകൂടി ചില ആളുകൾ പറ്റ ഉഴപ്പി പോകും, പിന്നീട് തീരെ പഠിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു 10-15 കുട്ടികൾ എല്ലാ ബാച്ചിലും ഉണ്ടാവും. അവർ ചിലപ്പോൾ ഇയർ ബാക്കും ബാക്കിയുള്ള രീതിയിൽ ബാക്കിലേക്ക് പോകുന്നൊരവസ്ഥയും പൊതുവേ കാണാറുണ്ട്. ബാക്കിയുള്ള ഇയേഴ്സ് ഫസ്റ്റ് ഇയറിൽ പൊതുവേ മൊത്തത്തിൽ തിയറി കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അനാറ്റമിയിൽ ഒരു കഡാവർ വെച്ചിട്ട് നമ്മളൊരു ബോഡി ഫുള്ളായിട്ട് ഡിസെക്റ്റ് ചെയ്ത് പഠിക്കും. സെക്കൻഡ് ഇയർ മുതലാണ് ക്ലിനിക്സും നമ്മൾ പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. തേർഡ് ഇയറും ഫൈനൽ ഇയറും അങ്ങനെ 4 ഇയേഴ്സാണ് മൊത്തത്തിൽ. അതിൽ ഇപ്പോഴത്തെ കരിക്കുലം അനുസരിച്ച് അവസാനത്തെ ഇയർ 1.5 വർഷം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അതിൻ്റെ ശേഷം 1 വർഷം ഇൻറ്റേൺഷിപ്പ് എക്സാം കഴിഞ്ഞിട്ട്. ഇതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലീവിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് റിസൾട്ട് വരുവോളം ഒരു 1 മന്ത് ലീവുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ഇയർ മാത്രമേ ലീവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ബാക്കി എഞ്ചിനീയറിങ്ങിനും ബാക്കിയുള്ളതിനൊക്കെ പോലെ ഇയർലി 2 മന്ത് ലീവ് എന്ന് പറയുന്നതൊന്നും നമുക്കില്ല, വെക്കേഷനായിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ, എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും.
തേർഡ് ഇയർ തുടങ്ങി ഒരു മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും റിസൾട്ട് വരിക. അഥവാ നമ്മൾ ഏതെങ്കിലും പേപ്പർ ബാക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണം. അങ്ങനത്തെ രീതിയിലാണ് കോഴ്സ് ഉണ്ടാകുന്നത്. MBBS കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെ ഹൗസ് ഏജൻസി ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. 1 ഇയറാണ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവുക. കൃത്യം 1 ഇയർ. നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒരു ദിവസം എക്സ്ട്രാ എടുക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ 27,000 റുപ്പീസ് മന്ത്ലി എന്നുള്ള രീതിയിലാണ് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറും. സൗത്തിലെ സ്റ്റേറ്റുകൾക്ക് പൊതുവെ സ്റ്റൈപ്പൻഡ് കുറവാണ്, നോർത്തിലേക്ക് കുറച്ച് സ്റ്റൈപ്പൻഡ് ഉണ്ടാകും. അങ്ങനത്തെ രീതിയിലാണുള്ളത്. റൈറ്റ്. ഞാൻ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം കോഴ്സ് സ്ട്രക്ചറൊക്കെയാണ് സാർ ഇപ്പോൾ ഉദ്ദേശിച്ചത്. ഞാൻ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും ഈ സമയത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? പൊതുവേ MBBS പഠിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ടൊരു സ്ട്രെസ് എന്നുള്ള രീതിയിലൊന്നും കാര്യമായിട്ടില്ല. പൊതുവേ യൂഷ്വലി കോളേജുകളിലൊക്കെ ഉള്ളൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ എക്സാമിനോട് അടുപ്പിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്തങ്ങ് പഠിക്കുക, അല്ലാത്ത സമയത്ത് പൊതുവേ ഫ്രീ ആയിട്ട് നടക്കുക എന്നുള്ളൊരു യൂഷ്വൽ അങ്ങനെയാണ് നടക്കാറ്. പല രീതിയിലുള്ള കുട്ടികളുണ്ടാകും. ഓൾ ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ എല്ലാ രീതിയിലും എല്ലാ ദിവസവും ഡെയിലി പഠിക്കുന്ന കുട്ടികളുണ്ടാകും, തീരെ ഒന്നും പഠിക്കാത്തവരുണ്ടാകും, ഇടയ്ക്കൊക്കെ പഠിക്കുന്നവരുണ്ടാകും. പെർസെ MBBS കാലഘട്ടം അത്ര സ്ട്രെസ്ഫുള്ളല്ല. PG ലൈഫിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം സ്ട്രെസ്സും വർക്ക് അവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ MBBS പെർസെ ഇറ്റ്സ് നോട്ട് മച്ച് ഡിഫിക്കൾട്ട് പഠിക്കുന്നത്. പിന്നെ പഠനം എക്സാംസ് ആർ എ ബിറ്റ് വെരി ഡിഫിക്കൾട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എൻട്രൻസിന് ആകെ 3 വിഷയം പഠിച്ചു കഴിഞ്ഞാൽ മതി. നമ്മൾ ഓരോ ഇയറിലും MBBSന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 3 സബ്ജക്ട്സ് ഉണ്ട്, സെക്കൻഡ് ഇയറിൽ 4 സബ്ജക്ട്സ്, അങ്ങനെ ഓരോ ഇയറിലും കുറേ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ ബുക്കുകളുടെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ പേടിയാവും. അപ്പോൾ എക്സാമിനോട് അടുപ്പിച്ച് ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ. എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു 1-2 മാസം നമുക്ക് പഠിച്ചാൽ മറന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ലൈക്ക് നല്ലൊരു മെമ്മറി പവർ വേണം എന്നുള്ളൊരവസ്ഥയാണ് പൊതുവേ ഉള്ളത്. 1, 2, 3 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് അത് എക്സാമിലേക്ക് എഴുതി പിടിപ്പിക്കാനും മാർക്ക് കിട്ടാനൊക്കെ പറ്റുള്ളൂ. ദാറ്റ് ടൈം ഈസ് വെരി സ്ട്രെസ്ഫുൾ. എക്സാമിനോട് അടുപ്പിച്ചുള്ള 1-2 മാസം എല്ലാ ഇയറിലും സ്ട്രെസ്ഫുള്ളാണ്. അതർവൈസ് ഇറ്റ്സ് ലൈക്ക് കൂൾ പൊതുവെ. റൈറ്റ്. ഇനി നമുക്ക് ഇപ്പോൾ സാറ് PG ആണല്ലോ, ഒരു MD ചെയ്യുന്നൊരു ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം MBBS പാസ്സായി കഴിഞ്ഞ് പലപ്പോഴും ഏത് സ്ട്രീം എടുക്കണമെന്നുള്ള ആ ഒരു ധാരണ MBBS കാലഘട്ടത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് വന്നിട്ടുണ്ടാവുമോ? പൊതുവേ നമ്മുടെ ഹൗസ് ഏജൻസി സമയത്ത് നമുക്ക് കുറേയൊക്കെ നമ്മൾ റൊട്ടേഷനാണ്. എന്ന് വെച്ചാൽ 12 മാസത്തിനുള്ളിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിലും എല്ലാ സ്ട്രീമിലും നമ്മൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാകും. അതിൽ വലിയ സ്ട്രീംസ് മെഡിസിൻ, സർജറി, ഗൈനക്ക് പോലത്തെ സ്ട്രീംസിലെല്ലാം കൂടുതൽ സമയം ഒരു 1.5 മാസമൊക്കെ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാകും. ആ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കുറേയൊക്കെ അവിടുത്തെ വർക്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്നിരുന്നാൽ പോലും ഒരു ഹൗസ് ഏജൻസി സമയത്ത് നമ്മുടെ വർക്ക്സ് മോസ്റ്റ് ഓഫ് ദിസ് ആർ ക്ലറിക്കൽ. നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ക്ലിനിക്കിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് മാനേജ്മെൻറ്റിലേക്കുള്ള ഒരു ഇൻഡെപ്ത്ത് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകില്ല. പക്ഷേ നമ്മളുടേതായിട്ടൊരു എഫേർട്ട് എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഓരോ ഫീൽഡും എന്താണ്, എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. പക്ഷേ ഹൗസ് ഏജൻസി സമയത്ത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്നത് ഏറ്റവും താഴെ രീതിയിലുള്ള, എന്ന് വെച്ചാൽ താഴെ കിടയിലുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ MBBS മൊത്തം നമ്മൾ ഡോക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഹൗസ് സർജനാണ് അതിൽ ലോവർ മോസ്റ്റ് പൊസിഷനുള്ള ഒരാൾ. അപ്പോൾ ആ ഒരു വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു ICUവിൽ എവിടെയാണെങ്കിലും ചെയ്യേണ്ട ഏറ്റവും ലോവർ മോസ്റ്റ് ഡ്യൂട്ടീസ് ആയിരിക്കും അവർക്ക് ചെയ്യാനുണ്ടാവുക. ബ്ലഡ് എടുക്കുക, അല്ലെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്യാനുള്ള ഫോംസ് എഴുതി കൊടുക്കുക, അങ്ങനെ ചെറിയ പണികൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മോസ്റ്റ് ഓഫ് അസ് വിൽ ഫീൽ ലൈക്ക് ഇതിനാണോ നമ്മൾ പഠിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് പൊതുവെ വരാറുണ്ട്. ബട്ട് നമ്മൾ കൂടുതൽ എക്സ്ട്രാ ടൈം എടുത്ത് നമ്മളുടെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉറക്കം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ കൂടുതൽ പേഷ്യൻ്റ് കെയറിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ആ സബ്ജക്റ്റുകളെ മനസ്സിലാക്കാൻ പറ്റും. അതർവൈസ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സിസ്റ്റം പെർസെ നമ്മളുടെ ഒരു സബ്ജക്റ്റിനെ ഹൗസ് ഏജൻസി സമയത്തോ അല്ലെങ്കിൽ UG സമയത്തോ മനസ്സിലാക്കുന്നതിൽ അത്ര വിജയകരമല്ല എന്നാണ് അഭിപ്രായം. ഈ ഒരു ലൈഫ് ആഫ്റ്റർ MBBS എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു MBBS കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ജീവിതം അത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു ഡോക്ടർ എന്ന നിലയിൽ അത്രയും സക്സസ്ഫുള്ളായ ഒരു ജീവിതമായിരിക്കുമോ എല്ലാവരുടേതും? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ചാൽ ഒരു MBBS എന്ന് പറയുമ്പോൾ കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഒരു +1 അല്ലെങ്കിൽ +2 ഇരിക്കുന്ന ഒരാൾ
ആൾക്ക് നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് അവരൊക്കെ കാണുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ജീവിതത്തിലെല്ലാം നേടി വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഒരു ബെൻസ് കാറിൽ വന്ന് ഒരു കറങ്ങുന്ന കസേരയിലിരുന്ന് ഒരു ഐഫോണും തൂക്കി നടക്കുന്ന ഡോക്ടർ, അതായിരിക്കും ഒരു ഇന്നൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് നടക്കുന്ന ഒരു ഫോർമൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ള ഒരു ഡോക്ടർ. നമ്മളുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ഐഡിയൽ ഡോക്ടർ അങ്ങനെയായിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹൗസ് ഏജൻസി, നിങ്ങൾ നാട്ടിൽ പോയി നിങ്ങൾ നാട്ടുകാരെ കാണുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് ചോദിക്കും. നമ്മൾ സ്പെഷ്യലൈസ് ഒന്നും ചെയ്തില്ല, MBBS, വെറും MBBS ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ. അതോടുകൂടി നമ്മൾക്ക് എന്തെങ്കിലും ഒരു PG എടുക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വരും നമുക്ക്. മാത്രമല്ല നമ്മുടെ കൂടെ MBBS പഠിച്ച പലരും PG കോഴ്സിങ്ങിനും ബാക്കിയുള്ളതിനൊക്കെ പോകും. സോ ദിസ് ഈസ് എ റാറ്റ് റേസ്. അവിടെ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ +2 കഴിഞ്ഞ് എഴുതിയ എൻട്രൻസ് പോലെ വീണ്ടും അടുത്തൊരു എൻട്രൻസ്, PG എൻട്രൻസ് എന്ന് പറയുന്ന ഒരു വലിയ, ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ MBBS വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസിന് 3 വിഷയം പഠിച്ചാൽ മതി. ബട്ട് PG എൻട്രൻസിന് വേണ്ടി നമുക്ക് 19 സബ്ജക്ട്സ് പഠിക്കണം. അതും 0 to 100 മൊത്തം പഠിക്കണം. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ MBBS എൻട്രൻസിന് ഇട്ടത് ഒരു 1x ആണ് എങ്കിൽ PG എൻട്രൻസിന് വേണ്ടി എൻ്റെ 10x ഞാൻ ഇട്ടിട്ടുണ്ട്. അത്രയും നമ്മളുടെ എഫേർട്ട് ഉണ്ടാവും. ഒരു 18 hours to 19 hours പെർ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം MBBS കഴിഞ്ഞ 2 ലക്ഷോളം കുട്ടികൾ ഓരോ വർഷവും PG എൻട്രൻസ് എഴുതുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സീറ്റുകളില്ല, എത്രയോ ആളുകൾക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ വൺസ് യു കംപ്ലീറ്റ് PG മാത്രമാണ് നിങ്ങളൊരു ഡോക്ടർ ആവുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സൊസൈറ്റി തീരുമാനിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് MBBS കഴിഞ്ഞ ഒരാൾക്ക് എന്തെങ്കിലും ഒരു PG എടുക്കണം ഒരു തോട്ട് പ്രോസസ്സാണ് ആദ്യം വരിക. ആ PG എടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളുടെ കൂടെ ഇപ്പോൾ പഠിക്കുന്ന കുറേ ആളുകൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ PG എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർ വീണ്ടും 2ഉം 3ഉം തവണ ഇടുക. അതിൽ തന്നെ വീണ്ടും സ്ട്രെസ്സ് കൂടുകയാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം ഒരു MBBS പഠിച്ച് കഴിഞ്ഞതല്ലേ, ഇപ്പോഴും ജോലി തുടങ്ങിയില്ലേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇപ്പോഴും പഠിത്തം കഴിഞ്ഞില്ലേ, തുടങ്ങിയ കുറേ കുത്തുവാക്കുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോസ് നമ്മളിപ്പോൾ MBBS കഴിഞ്ഞു, MBBSൽ നിർത്തി എന്ന് വിചാരിക്കാം. അങ്ങനെ നിർത്തുന്ന ആളുകൾ വളരെ കുറവാണ് പൊതുവെ. അങ്ങനെ നിർത്തുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ടോ ഉള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ ഏതൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ MBBS എന്തുകൊണ്ട് ഒരാൾ ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മിക്കവാറും ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതായിരിക്കും ഒരു ഫസ്റ്റ് ആൻസർ. ശരിയാണ്. ഒരു കണക്കിന് നമ്മൾ ബാക്കി എല്ലാ ഫീൽഡുകളും നോക്കുന്ന സമയത്ത് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടാൻ, ബുദ്ധിമുട്ടില്ലാതെ കിട്ടാൻ കുറച്ചും കൂടെ നല്ലത് ഡോക്ടർ ആവുക എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരിക്കലും നമുക്കത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ആവശ്യത്തിലധികം MBBS ഡോക്ടർമാർ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് ടൗണുകളിൽ. ഇപ്പോൾ നമുക്കൊരു കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് മലപ്പുറം ടൗണിൽ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നേരെ മറിച്ച് നമ്മൾ വയനാട് പോകാം, അതിന് ഓക്കെയാണ്. ഏതെങ്കിലും ഒരു ആളുകളൊന്നും കാര്യമായിട്ട് ഇല്ലാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടേഴ്സൊന്നും വന്ന് താമസിക്കാത്തൊരു സ്ഥലത്ത് നിൽക്കാൻ റെഡിയാണ് എങ്കിൽ അവിടെ ജോലിയുണ്ട്, ജോലിയില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളൊരു ടൗൺഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിലേറെ ഡോക്ടർമാർ ആ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടർക്കുള്ള ഒരു വാക്കൻസിയാണ് എന്ന് പറയുമ്പോൾ അതിലേക്കൊരു 10 ആപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഒരു 60,000 രൂപ മാസം ശമ്പളം കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി അവർ 40,000 വെച്ചാലും അതെടുക്കാനുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് ബൈ ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പലപ്പോഴും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഒരു 40,000 42,000 രൂപയൊക്കെയാണ് മന്ത്ലി കിട്ടുന്നത്. അത് ഈ ഇട്ട എഫേർട്ടിനും ഇത്രയും റിസ്ക്കിനും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡിഫിക്കൾട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇത്രയൊക്കെ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇറ്റ്സ് നോട്ട് നമുക്ക് ഒരു സമാധാനമുള്ള വർക്കല്ല. രാത്രി കോളുകൾ, കുറേ ലൈക്ക് എല്ലാം പേഷ്യൻസുമായി ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഓരോ പേഷ്യൻറ്റും ആഗ്രഹിക്കുന്നത് എന്നെ 100% നോക്കണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരിലേക്കും 100% ഇടുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഫറ്റീഗ് ആകുന്നൊരവസ്ഥ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ വേണ്ട ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെർസൺ നമ്മൾ MBBSൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇനി അതല്ല, ഇനിയിപ്പോൾ MD പഠിച്ച് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ MD മെഡിസിനാണ്, ഇപ്പോൾ ഞാൻ MD മെഡിസിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, കാർഡിയോളജി എടുക്കുന്നില്ലേ, നെഫ്രോളജി എടുക്കുന്നില്ലേ, ന്യൂറോളജി എടുക്കുന്നില്ലേ? ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ഒരു MBBS ജേർണി സ്റ്റാർട്ട് ചെയ്തത് 2016 ഇപ്പോൾ 2025 ആയി. ഇറ്റ്സ് 9 years സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴും പഠിക്കുകയല്ലേ, എവിടെയും ജോലിയൊന്നും ആയിട്ടില്ലേ? അപ്പം 9 വർഷമായി ഇപ്പോൾ തന്നെ.
ഇനിയിപ്പോൾ ഒരു PG കഴിഞ്ഞ് ഒരു 1.5 years PG ബാക്കിയുണ്ട്. അത് കഴിഞ്ഞൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു 4 years പഠിക്കണം. ഇറ്റ്സ് ലൈക്ക് 16 or 15 years ഓഫ് അവർ ലൈഫ്. അപ്പം ഒരു 15-16 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഒരു സെറ്റിൽമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 1.5 to 2 lakhs ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മന്ത്ലി കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്താം. പക്ഷേ അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ ജോലികളും ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ശമ്പളം നേടുന്ന ജോലിയിലേക്കൊക്കെ പോകാം. അപ്പോൾ ഫിനാൻസ് പെർസെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ഒരാളും ഈ ഒരു ഫീൽഡ് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ലൈക്ക് നോട്ട് വർത്ത് ഇറ്റ്. പക്ഷേ നേരെ മറിച്ച് ഇറ്റ്സ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പേഷ്യൻറ്റ് കെയർ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിന് ഒരു സമാധാനം കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് കൺസോൾ ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. നമുക്ക് കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മളൊരു മൈൻഡ് സെറ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിനോട് ഒരു താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഇറ്റ്സ് വെരി നൈസ്. അങ്ങനത്തെ ആളുകളാണ് ഈ ഫീൽഡിലേക്ക് കൂടുതലായിട്ടും വരേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഈ എന്തുകൊണ്ട് MBBSന് ഇത്രയും ഒരു ഡിമാൻഡ് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൽ മാത്രമല്ല പ്രൈവറ്റിലും നമുക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഫോറിൻ ഗ്രാജുവേറ്റ്സും കുറേ വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ വെരി ഗുഡ്. നമ്മൾ കുറേ ആളുകൾ വളരെ നല്ലതാണ്, ഇത് വേണ്ടെന്നല്ല, പക്ഷേ ആവശ്യത്തിനേക്കാൾ ഡോക്ടേഴ്സ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനൊരു കുറേ അധികം വർക്കിംഗ് അവേഴ്സ് ഉള്ള ഒരു MBBS കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ലൈക്ക് വർക്കിംഗ് ലൈക്ക് ഒരു 55,000 rupees വേണ്ടിയിട്ടാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെയാണ് ഹോസ്പിറ്റൽ നടത്തുന്നത്. താഴെയുള്ള വേറെ 2 പേരെ പിരിച്ചു വിട്ടു. എല്ലാ പണിയും ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അവൻ ചെയ്യുന്ന നല്ലോണം ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവൻ വീണ്ടും ജോലി ചെയ്തു. അപ്പോൾ അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൻ ടയേർഡായി. അവൻ പറഞ്ഞു, ഈ ജോലിയിൽ ഞാൻ രാജിവെക്കുകയാണ്, ഒരിക്കലും ഞാൻ ഈ ജോലി ഇനി എടുക്കില്ല. ഈ ജോലി ഈ പൈസക്ക് എടുക്കാൻ നിങ്ങൾക്ക് ഒരാളെയും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ അവൻ 2 ദിവസം കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു, എത്രയാ ശമ്പളം? 20,000 രൂപയ്ക്ക് ആ ജോലി ചെയ്യാൻ, ഇത്രയും ജോലി ചെയ്യാൻ വേറൊരാൾ റെഡിയാണ്. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ ആയിരിക്കല്ലേ. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു MBBS കഴിഞ്ഞ ഒരാൾ 8,000-9,000 രൂപക്കൊക്കെ ജോലി ചെയ്യുന്ന ഒരു അനുഭവം വരെ കേൾക്കുകയുണ്ടായി പേഴ്സണൽ. അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ ആയിരിക്കാം കുറേ ആളുകൾ. പിന്നെ കുടുങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം, പൈസ വേണം എന്നുള്ള ഓരോരുത്തർക്കും തോന്നുമ്പോൾ ബേസിക്കലി നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തെങ്കിലും രണ്ടറ്റം മുറ്റിക്കാനാണല്ലോ. അപ്പോൾ കുടുങ്ങിപ്പോകുമ്പോൾ പലരും ചെയ്തു പോകുന്നതായിരിക്കാം. ബട്ട് ഇറ്റ്സ് ലൈക്ക് അതുപോലെ ഈ MBBS ലൈഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. MDയുടെ സമയത്ത് PGയുടെ സമയത്തും ഏകദേശം അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. PG ഈസ് വെരി ഡിഫിക്കൾട്ട്. PG ലൈഫ് എന്ന് പറയുന്നത് ഒരാളുടെ ഏതൊരു ഡോക്ടറുടെയും മനസ്സിൽ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഫേസ് ഓഫ് ലൈഫ് വേറെ ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫസ്റ്റ് ഇയർ റെസിഡൻറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, ഒരു MD മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു MS സർജറി ആണെങ്കിലും, ആ ഒരു പേഷ്യൻ്റ് കെയറിൻ്റെ ഏറ്റവും ബേസ് ലൈൻ അവരാണ് വരുന്നത്. അത് ഒരു ഹൗസ് സർജൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ക്ലിനിക്കൽ വർക്ക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ചെയ്യുള്ളൂ. പേഷ്യൻ്റ് കെയറിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഇയർ PG, അതിന് മേൽനോട്ടം വഹിക്കുന്നത് സെക്കൻഡ് ഇയർ PG, ഒരു സർജറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് തേർഡ് ഇയർ PG. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ PGs യൂഷ്വലി 36 മണിക്കൂറോളം ഉറക്കമില്ലാതെ പണിയെടുക്കുന്ന ഒരവസ്ഥയൊക്കെ എല്ലാ കോളേജുകളിലും കണ്ടിന്യൂസ് 36 hours എന്ന് പറയുമ്പോൾ യൂഷ്വലി എല്ലാ കോളേജുകളിലും ഒരു സിസ്റ്റം എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ യൂണിറ്റിനായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ ആ യൂണിറ്റിൻ്റെ പേര് അങ്ങനെയാണ് വരിക. തിങ്കളാഴ്ച ദിവസം വരുന്ന യൂണിറ്റുകൾക്ക് M1 അല്ലെങ്കിൽ S1, ഓർത്തോ 1, അങ്ങനെ 1 എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച ആകുമ്പോൾ ഓർത്തോ 2 അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ ദിവസം വരുന്ന 24 hours അഡ്മിഷൻ എടുക്കേണ്ടത് ആ യൂണിറ്റിലെ ആളുകളാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന ആൾ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ കാഷ്വാലിറ്റിയിലുണ്ടാകും. 8:30 ആകുമ്പോഴേക്ക് വാർഡിലെത്തണം. അന്ന് ചൊവ്വാഴ്ച വാർഡിലെത്തിയിട്ട് ഈ 24 hours അഡ്മിറ്റ് ചെയ്ത എല്ലാ പേഷ്യൻസും വാർഡിലെത്തിയ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് മുഴുവനായിട്ട് നോക്കണം. ഇതിൽ സർജറിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആളുകൾ റെഡിയാക്കാനുള്ള മരുന്നും കാര്യങ്ങളും വേറെ ഉള്ളതൊക്കെ കൊടുക്കണം. ഇത് അവർ സാധനങ്ങളൊക്കെ വാങ്ങിയോ എന്നുള്ളത് വൈകുന്നേരം ചെക്ക് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് അവർ അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോഴേക്ക് മിക്കവാറും പിറ്റത്തെ ദിവസം ചൊവ്വാഴ്ച രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെയാണ് പിന്നീട് വരുന്നത് ഉറങ്ങുന്നത്. പിറ്റത്തെ ദിവസം രാവിലെ 6 മണിക്ക് വീണ്ടും എണീക്കാം, ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യും. സോ മെഡിസിൻ ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഏകദേശം ഒരു വാർഡിൽ ചിലപ്പോൾ ഒരു 80-70 ഒക്കെ അഡ്മിഷൻസ് വരും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ കാണേണ്ടത് ഇവരായിരിക്കും. അപ്പോൾ ഓരോ പേഷ്യൻറ്റിനോടും അവർക്ക് എന്താണ് അസുഖം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എഴുതാനും ഒക്കെ സമയം വേണം. അപ്പോൾ PG ടൈം ഈസ് വെരി ഡിഫിക്കൾട്ട്. ബേസിക്കലി നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ പോലും ആ സ്റ്റുഡൻഷിപ്പിനേക്കാളും അവിടെ വർക്കാണ് കൂടുതലായിട്ട് നടക്കുന്നത്.
യെസ് ഡെഫിനറ്റ്ലി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ പഠിക്കും. പക്ഷെ എന്നിരുന്നാലും പഠനം എന്ന് പറയുന്ന ഫാക്ടർ ബേസിക്കലി ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലേക്കൊക്കെ വരുന്ന സമയത്ത് പിന്നെയും കുറച്ച് നമുക്ക് സമയം കിട്ടും. ബട്ട് ഇറ്റ്സ് ഫസ്റ്റ് ഇയർ ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നലെ രാവിലെ കയറിയതാണ്. ഇന്നലെ നൈറ്റ് കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് മോർണിംഗ് വീണ്ടും ഡ്യൂട്ടിക്ക് കയറി അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് വി വിൽ ഗെറ്റ് യൂസ് ടു ദാറ്റ്. നമുക്കത് പിന്നീട് ഒരു കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നമുക്കതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തോന്നും. റൈറ്റ്. അപ്പം ഒരു ഗ്ലാമറസ് പ്രൊഫഷനാണ് ഡോക്ടറാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഇത്രയും എഫേർട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം അതൊക്കെ അറിഞ്ഞ് വരുന്നവർക്കുള്ളതാണ് ഈ ഫീൽഡ് എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഫീൽഡ് എന്താണ്, അതിൽ ഓരോരുത്തരും എങ്ങനെയാണ് ആ ഒരു ഫീൽഡിലേക്ക് എത്തിയത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു PG റെസിഡൻസി പീരീഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്ത് ഒരു 5-6 കൊല്ലമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കൺഫൈൻ ചെയ്യാനൊക്കെ പറ്റും. നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വരുമാനവും കാര്യങ്ങളും ഉണ്ടാക്കാൻ കുറഞ്ഞ നേരം സമയം പണിയെടുത്താൽ മതി. അദ്ദേഹത്തിന് ഒരു 10 മണി മുതൽ രാത്രി 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നീട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അങ്ങനെയും ജീവിക്കാൻ പറ്റും. പക്ഷേ അതിലേക്കുള്ള ഫേസ് എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് പ്രോഗ്രഷൻ, അത് ബേസിക്കലി ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. അത് ഓക്കെ എന്നുള്ള വിചാരിക്കുന്ന ഒരാൾക്ക് എന്തായാലും, ഞാൻ ബേസിക്കലി എന്നോട് ഒരാൾ ചോദിക്കാൻ ഡോക്ടർ ആവണമെന്ന് ചോദിച്ചാൽ കമോൺ യെസ് യു ക്യാൻ, നിങ്ങൾ എന്തായാലും വരണം, ഇതെന്താണെന്ന് മനസ്സിലാക്കണം എന്നേ ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരാളെയും ഡീമോട്ടിവേറ്റ് ചെയ്യില്ല. നിങ്ങൾ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ. അതെല്ലാം താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ, എൻ്റെ അനിയൻ ഇപ്പോൾ ആക്ച്വലി ഉപ്പാക്ക് കുറച്ചും കൂടെ അവനെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ആക്കാനാണ് ആഗ്രഹം. എനിക്കും തന്നെ ലൈക്ക് ഞാനൊരു മെഡിക്കൽ ഫീൽഡിലാണ് പഠിക്കുന്നത്, ഐ ക്യാൻ ഗൈഡ് ഹിം ബെറ്റർ. എന്നിരുന്നാലും അവനോട് ചോദിച്ചാൽ അവൻ എന്താണ് താല്പര്യം, ഹി സെഡ് ഹി ലൈക്സ് എഞ്ചിനീയറിംഗ്. അവനിപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടിയിട്ട് ചേർത്തു. വേറെ ഒന്നിനും കാര്യമായിട്ട് താല്പര്യമില്ലാന്ന് തോന്നി. സോ ഇറ്റ്സ് ലൈക്ക് വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്, യു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്. റൈറ്റ്. ഡോക്ടർ എന്ന പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നേരിടേണ്ട വിവിധ ഫേസുകളെക്കുറിച്ചാണ് ഡോക്ടർ തൻവീർ സർ നമ്മോട് സംസാരിച്ചത്. സ്കിൽ വേസിയുടെ അവസാനിക്കുന്നു. മറ്റൊരു കോഴ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.